ഹായ് ഓൾ. നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഇന്നൊരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊളീഗാണ്, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആൾ പറഞ്ഞത്രേ ഉള്ളൂ. ഇന്നൊരു ദിവസം കൊണ്ട് ഉം, ഒരു 30 ട്രേഡ്സ് എടുത്തിട്ട് ആ 30 ട്രേഡ്സിൽ 5 ട്രേഡിൽ കൂടുതൽ ലോസ് വരുത്താൻ പാടില്ല. അങ്ങനെ ലോസ് വന്നില്ലെന്നുണ്ടെങ്കിൽ ആളൊരു 100K അക്കൗണ്ട് നമുക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്തു? ഒബ്വിയസ്ലി ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞു ഇന്നൊരു ദിവസം 30 ട്രേഡ്സിൽ 5 ട്രേഡിൽ കൂടുതൽ ലോസ് വരില്ല. ലോസ് വന്നാൽ എൻ്റെ ഫ്രണ്ടിന് ഞാനൊരു 100K അക്കൗണ്ട് ഞാൻ എടുത്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ലോസ് വന്നില്ലെങ്കിൽ അവൻ എനിക്ക് എടുത്തു തരും. അപ്പം ഇന്ന് മോർണിംഗ് നമ്മളൊരു ട്രേഡ് എടുത്തു. അത് മുതൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക എന്നതിനും അപ്പുറം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി റിവീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇന്നല്ലെന്നുള്ളൂ. നമ്മൾ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു നമ്മൾ ലൈവ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ആ ലൈവ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഊഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണോ 1000 സബ്സ്ക്രൈബേഴ്സ്, അതായത് ഒരു 1000 സബ്സ്ക്രൈബർ എപ്പോൾ നമുക്കാകുന്നു അന്ന് മുതൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫുള്ള് ലൈവ് സ്ട്രീം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഡെഫിനറ്റ്ലി അത് കൺഫേം ആണ്. അന്ന് മുതൽ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ലൈവ് ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അനാലിസിസ് ഉണ്ടാവും, പ്രീ മാർക്കറ്റ് സെക്ഷൻസ് ഉണ്ടാവും, ഓരോ ഇതും ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് വെളുപ്പിന് 6 മണിക്ക് വീട്ടിലെത്തിയുള്ളൂ. 7 മണിക്ക് നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്തു. ആ ട്രേഡ് സക്സസ്ഫുള്ളി നമുക്കൊരു 2:1 റിസ്ക് റിവാർഡിൽ നമുക്കൊരു TP അടിച്ചിട്ടുണ്ട്. അത് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ബിറ്റ് കോയിനിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രൈഡേ വരെ ബാക്കി മാർക്കറ്റ്സ് ഉള്ളൂ. ഫ്രൈഡേ ടു സാറ്റർഡേ സൺഡേ നമുക്ക് ബിറ്റ് കോയിൻ സേവബിൾ ആണ് കൂടുതലും. നമ്മൾ ഇന്ന് ബിറ്റ് കോയിനിലിട്ട നമ്മൾ ഡെമോ കോണിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്, നമുക്കതിലില്ല. പിന്നെ നമ്മൾ ആ ട്രേഡ് എടുക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്ന കുറച്ച് കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങളപ്പോൾ അത് കണ്ടതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം എന്ന് നിങ്ങൾ പറയുക. സോ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡ്. നമ്മളോട് ആൾ പറഞ്ഞത് ഇന്ന് 5 ട്രേഡിൽ കൂടുതൽ ലോസ് വരുത്താൻ പാടില്ലെന്നാണ്. നമ്മൾ ഓക്കെ, ഒരു ട്രേഡ് നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. ആ ട്രേഡ് നമ്മൾ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ട്രേഡ് ലോസ് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ SL ഇവിടെ, പക്ഷെ നമുക്ക് SL അടിച്ചിട്ടില്ല. അതിന് മുമ്പ്, അതായത് ഞാൻ ട്രേഡിംഗ് വീല് വെച്ചിട്ടാണ് വാല്യൂസ് സെറ്റ് ചെയ്തത്. പക്ഷെ നമ്മുടെ MT5ൻ്റെ കയ്യിൽ വാല്യൂസ് ഭയങ്കര വ്യത്യാസമുള്ളതുകൊണ്ട് പെട്ടെന്ന് SLലേക്ക് എത്തി. അപ്പം ഞാൻ കയറി നോക്കിയപ്പോഴത്തേക്കും ഇവിടെ പ്രോഫിറ്റിൽ ഇത്രയും റണ്ണിങ്ങിൽ നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ MT5ൽ ഇവിടെ കിടന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ട്രേഡിങ് കൂടി എടുത്തു. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ലോസിൽ ബുക്ക് ചെയ്തത് ഇറങ്ങി എൻ്റെ രണ്ടാമതൊരു ട്രേഡ് എടുത്തു. ആ ട്രേഡ് നമുക്കിവിടെ ഒരു TP, അതായത് 2:, നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, 2:1 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡ് നമുക്ക് സക്സസ്ഫുള്ളി പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ഈ ട്രേഡ് എടുത്തതിൻ്റെ റീസൺ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിലൊരു അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 5 മിനിറ്റിൽ അനാലിസിസ് ചെയ്തു. നമ്മൾ 2 ലൈൻസും കാര്യങ്ങളും ഡ്രോ ചെയ്തു. ഈ 2 ലൈൻസ് ഒരു ട്രേഡറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ 2 ലൈൻസ് എന്തിനാണ് സൂചിപ്പിക്കുക എന്താണെന്നുള്ളത്. നമ്മളത് ബുക്ക് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്തു? നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്തു. ഈവൻ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചിലർക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. സ്കാൽപ്പേഴ്സിന് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്നത് എന്താണോ, ഒരു സ്കാൽപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്കാൽപ്പിംഗ് ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. സോ ഇന്ന് BTCയിൽ ഫുൾ ട്രേഡ് നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്ന ഡെമോ അക്കൗണ്ടിൽ തന്നെയാണ്. നമ്മുടെ റിയൽ അക്കൗണ്ടുകൾ എടുത്തിരിക്കുന്ന ആളുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഡെമോ അക്കൗണ്ടിലാണ്. $500 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഡെമോ അക്കൗണ്ടിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ട് ആ ട്രേഡ് 5 ലോസ് വരത്താണ്ട്, 30 ട്രേഡിൽ 5 ലോസ് കൂടുതൽ വരത്താണ്ട് ട്രേഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആള് നമുക്ക് 100K എടുത്ത് തരും. അതായത് ചലഞ്ച്. സോ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തു. ഫസ്റ്റ് ട്രേഡ് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെക്കൻഡ് ട്രേഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. നാളെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാവുമായിരിക്കാം.
മേ ബി നമ്മളതിൻ്റെ സെക്കൻഡ് റൈഡ് എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും അധികം അപ്ലോഡ് ചെയ്യാറ് നമുക്ക് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാമേ. പൊതുവെ പിന്നെ നമ്മളൊരാൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ലൈവ് ട്രേഡിങ്ങും അതേപോലെ തന്നെ ഇതേപോലെ ട്രേഡ് എടുക്കുന്ന വീഡിയോസും ഇടാന്ന് ഓർത്തത്. അപ്പോൾ ബേസിക്കലി നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ചാടി കയറി സ്കൽപ്പിങ് ചെയ്യരുത്. കഴിഞ്ഞു പോയിട്ടുള്ളൊരു 1 വീക്കിൻ്റെ ഒരു അനാലിസിസ് നടത്തിയിട്ട് വേണം സ്കൽപ്പിങ് ചെയ്യാൻ ചെയ്യുന്നത്. അതിന് റിസ്ക് എടുക്കുക 1:3 1:5 മാക്സിമം. അതിനപ്പുറം റിസ്ക് എടുക്കരുത്. നമ്മൾ റിസ്ക് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് റിസ്ക് ചെയ്തത്. കാരണം ഇവിടെ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. നമ്മൾ ഈ ഏരിയയിൽ നിന്ന് ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു, ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, ഇവിടെ വന്ന് നമ്മൾ ട്രേഡ് എടുത്തു. എസ് ഇതിന് ശേഷമുള്ള ഫെയർ വാല്യൂ ക്യാപ്പിന് ശേഷമുള്ള കാലത്ത് വെച്ച് കറക്റ്റ് നമുക്ക് നമ്മുടെ TP കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡിൻ്റെ ഒരു ഇത്. ഇനിയിപ്പോൾ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ടും കാര്യങ്ങൾ പറയാറുണ്ടല്ലേ. നമ്മുടെ റെഫറൽ വഴി മാക്സിമം നിങ്ങൾ അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആ അക്കൗണ്ട് വഴിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. അതുകൂടാണ്ട് ഇനി നിങ്ങൾക്ക് നമ്മുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മെയിൽ വഴിയിട്ട്. നമ്മൾ സർവീസ് എന്ന് വെച്ചാൽ ഫണ്ടഡ് അക്കൗണ്ട് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് പേഴ്സണൽ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളൊരു $100 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ആ അക്കൗണ്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് വിത്തിൻ 2 മന്ത് കൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ തരും. അത് നമ്മുടെ ഗ്യാരണ്ടിയാണ്. ആ $100 നിങ്ങൾക്ക് പോയാൽ $100 ഞങ്ങളുടെ സർവീസ് ചാർജ് ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാരണ്ടി. സോ അപ്പോൾ നിങ്ങൾക്ക് എൻക്വയറീസും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് എൻക്വയറീസ് അയക്കുക. നമ്മൾ ഇന്ന് ഈ ഒരു ചലഞ്ചിൻ്റെ കാര്യം പറയാനായിട്ടാണ് വന്നു. അതിൻ്റെ ഒപ്പം നമ്മുടെ സർവീസിനെ കുറിച്ച് പറഞ്ഞതാണ്. കാരണം ഇപ്പോൾ സർവീസ് അന്വേഷിക്കുന്നവർ കുറേ പേരുണ്ടാവും. നിങ്ങളുടെ ഫണ്ടഡ് അക്കൗണ്ട് അല്ലാണ്ട് പേഴ്സണൽ അക്കൗണ്ട് ഉള്ളവർക്കും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ മെയിൽ ID കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മെയിൽ IDയിലേക്ക് വിളിക്കുന്ന ഓരോ വ്യക്തിക്ക് പറയാൻ നമ്മൾ മെയിൽ വരുമ്പോൾ തന്നെ സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെന്തായാലും നിങ്ങളുടെ കൂടെ സപ്പോർട്ടബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു വരാൻ പോകുന്ന നല്ലൊരു വീക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിവേ എല്ലാവർക്കും താങ്ക് യു.